സെക്സ് അല്ലേ എല്ലാം. വീഡിയോ മൊത്തം കാണണം. കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇനി റിലേഷൻ ആവാൻ പോകുന്നവരാണെങ്കിൽ ഇത് കണ്ടേ പോകാവുള്ളൂ. കാണാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമുണ്ട്. ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇവിടെ ഫോളോ ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് അടിവരായിട്ട് സൂചിപ്പിച്ചോട്ടെ. കല്യാണം കഴിക്കുമെന്ന് ഉറപ്പിൽ ആരും സെക്സിന് നിൽക്കരുത്. ഓക്കെ, അടിവര. ആ പുതിയ റിലേഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ പഴയ കാലങ്ങൾ ചെയ്യുന്ന ചില സ്വഭാവം ചിലർക്കുണ്ട്. എങ്ങനെയായിരുന്നു? ചിലർ ചോദിക്കും എങ്ങനെയായിരുന്നടി? അപ്പോൾ ചിലർ ചോദിക്കണ്ട നീ എങ്ങനെയായിരുന്നു അവളുമായിട്ട്? അപ്പോൾ ഈ സമയത്ത് താറാവ് വയറിളക്കി തൂറിയതുപോലെ മൊത്തത്തിൽ അങ്ങ് പറയും. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ റിലേഷനിൽ അവരെങ്ങനെ ആയിക്കോട്ടെ, ഏത് രീതിയിൽ കഴിഞ്ഞോട്ടെ, അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമേ അല്ല. നമ്മുടെ അടുത്ത് എത്തിയതിനു ശേഷം അവർ നമ്മളോട് അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം, ചോദിക്കുക പോലും ചെയ്തത് പറവറാന്നങ്ങ് പറയുന്ന ചില ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര മാന്യനായാലും എത്ര നല്ല വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഈ പഴയ കാലത്തെ ലൈഫിലെ കുറേ കാര്യങ്ങൾ, എന്തായാലും പോസസീവ്നെസ്സും കാര്യങ്ങളും എല്ലാം മനുഷ്യർക്കുണ്ടല്ലോ. ഞാൻ അവനോട് അങ്ങനെ ആയിരുന്നില്ല, അവളോട് അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിരുന്നു ഇയാളോട് പറയുമ്പോൾ അല്ലെ ഇവളോട് പറയുമ്പോൾ അവർക്കൊരു ചെറിയ നിമിഷത്തിലെങ്കിലും ദേഷ്യം വരുമ്പോഴെങ്കിലും ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് ചെയ്ത് ഇങ്ങനെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവിടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇയാളുടെ ജീവിക്കുന്നത് അവളുടെ കൂടെ ജീവിക്കുന്നത് നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിന് മുമ്പത്തെ സമയത്ത് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, ഉമ്മ കൊടുത്തിട്ടുണ്ടോ, പരിപാടി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടും ചിന്തിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളെ നല്ല രീതിയിൽ ഫേക്ക് ചെയ്തിട്ട് പല പരിപാടിക്കും പോയിട്ട് അവർക്ക് വേണമെങ്കിൽ എടുത്ത് വരാം. അതുകൊണ്ട് ഇതൊക്കെ ചോദിച്ച് ചെകഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം നിങ്ങളോട് ഉടായ്പും കാണിക്കുന്നില്ല, നിങ്ങളോട് കൃത്യമായി സത്യസന്ധത കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. അതല്ല നിങ്ങളുടെ കൂടെ നിന്നതിന് ശേഷം നന്ദലാഴി കാണിക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇറ്റ്സ് മീ ഓൾസോ സൈനിങ് ഔട്ട്.